Over the next 1 hour, what would you be covering is basically how do you sort of create impact during client conversations, because it is important, because as you grow in your career, you would lead project, you would be into a project management role, you would have to own conversations and you would have to lead conversations on your own. So adenganeyana cheyendadu, adanathu endokkiyana skills varundathu. So today we will be covering 5 essential skills that is required for customer value first communication. Idu evidengilum kettittundo idu? Have you heard this word before? Customer value first? കേട്ടിട്ടില്ല? നോട്ട് ചെയ്തോട്ടോ, നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ടത്. So it's one of your values. Okay, so കുറേ വാല്യൂസ് ഉണ്ട്. സിറ്റുവേഷണൽ ലീഡർഷിപ്പ്, കസ്റ്റമർ വാല്യൂ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് ഉണ്ട്. So we are going to be focusing on customer value first today. Okay, so നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. Can you tell me, എല്ലാ C വെച്ച് തന്നെ തുടങ്ങണം. So I'm going to be covering 5 C's of customer value communication. Can you tell me what they are? I will list it down here. എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം? Clarity. Okay, what else? You can go one by one. Confidence. Very good. പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, ക്രിയേറ്റിവിറ്റി. പിന്നെ what else do you think? നിങ്ങൾ കോൺവെർസേഷൻസ് ചെയ്യാറുണ്ടോ ക്ലയൻസ് ആയിട്ട്? Do you face clients? Do you have conversations with clients? നിങ്ങൾ റിക്വയർമെന്റ് ഗ്യാതറിങ്സ് ഒക്കെ ചെയ്യാറില്ലേ? So how do you communicate? എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്? എന്ത് സ്കില്ലാ കാണിക്കാതെ? ക്ലയന്റായിട്ട് സംസാരിക്കുമ്പോൾ കസ്റ്റമറിന് എന്താ വേണ്ടത് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ. അത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, ടൈം പീരീഡ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മനസ്സിലാക്കും അല്ലേ? So you will so okay, basically okay, see it all. Okay, you will do some requirements gathering. Okay, ക്ലയന്റ് ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കൂടുതൽ ടൈം വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ ആ ബിസിനസ്സുമായിട്ട് നമുക്ക് മാച്ചിങ് ആയിരിക്കത്തില്ല, ചിലപ്പോ സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് അന്നേരം ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കും, ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഫ്യൂച്ചർ ഇഷ്യൂ ഉണ്ടാവാം, ചിലപ്പോൾ ഡേറ്റ നമുക്ക് മിസ്സാവും, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ചിലപ്പോൾ സൊല്യൂഷൻ പറയും. ഇപ്പൊ അതിന് ഇത്ര ടൈം എടുക്കും. ചില ക്ലയൻസ് വന്നിട്ട് നമുക്ക് ഈ ടൈം പീരീഡ് ചെയ്ത് തന്നെ എനിക്ക് ഇത്രയും റിക്വയർമെന്റ് ഉണ്ടെന്ന് പറയും. അപ്പോ ഇപ്പൊ ഇത് നമുക്ക് മേജറായിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം ചെയ്യും. പിന്നെ ഇങ്ങനെ ഇത്രയും ഇഷ്യൂസ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ വന്നേക്കാൻ പറയും, ചെയ്തു കൊടുക്കും. ചിലപ്പോൾ correct. So there is some ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ അവിടെ കൺവേ ചെയ്യണം അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അതിപ്പോ ഡിഫിക്കൽട്ട് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിലും യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദാറ്റ്, റൈറ്റ്? സോ വി വിൽ ഗോ വൺ ബൈ വൺ. ഫസ്റ്റ് വരുന്നത് കോണ്ടെക്സ്റ്റ് സെറ്റിംഗ് ആണ്. സോ ഇൻ എവറി ക്ലയന്റ് കോൺവെർസേഷൻ what is required is to ensure that you and the client are on the same page. Okay, so നമുക്ക് കുറച്ച് അസംപ്ഷൻസ് ഉണ്ടാവും, നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അവരുടെയും എക്സ്പെക്ടേഷൻസും ഇതെല്ലാം അലൈൻഡ് ആയത് സെയിം പേജിലാണെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കണ്ടെക്സ്റ്റ് സെറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോൺസൈസ് ആൻഡ് ക്ലിയർ റെസ്പോൺസ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? അതാണ് ഇപ്പോൾ ആൾ പറഞ്ഞതുപോലെ. സോ ദാറ്റ് മീൻസ് ദാറ്റ് നമ്മളിപ്പോൾ ഒരുപാട് ടെക്നിക്കലായിട്ട് സംസാരിക്കാതെ അവർക്ക് എന്താണ് വേണ്ടത് അത് ക്ലിയർ ആയിട്ട്, ഷോർട്ടായിട്ട്, ക്രിസ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഇസ് ക്ലിയർ ആൻഡ് കോൺസൈസ് റെസ്പോൺസ്. ഓക്കെ, കോൺഫിഡൻസ് ഇസ് വാട്ട്? Like when you are recommending a solution, you need to be confident about that solution. You need to be confident that maybe അത് വർക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ you need to be able to say that, you know, for you this is best for you എന്നുള്ളത്. So that is confidence. Communicating constraints ആണ്. എന്താ പേര് പറഞ്ഞത്? ശരത് പറഞ്ഞത് communicating constraints ആണ്. So there is some anticipated roadblock അല്ലെങ്കിൽ ഒരു challenge. How do you communicate that is what communicating constraints mean. Okay, conflict handling എന്താണ്? is basically after the constraint has happened. Okay, so there is a missed deadline or there is some problem that has happened. Now you're looking to solve that problem. Adana conflict handling. Okay.